അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ദം പൊറാട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ദം പൊറാട്ട ഒരുവിധം എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പലരും പല രീതിയിലാണ് ദം പൊറാട്ട ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റും അതുപോലെ കുറച്ച് മുട്ട റോസ്റ്റും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ടുള്ളൊരു ദം പൊറാട്ടയാണ്. പൊറാട്ടയുടെ ഉള്ളിൽ നമ്മളിതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ നമുക്ക് ദം പൊറാട്ടയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഞാൻ ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കനിൽ ഈ ഉപ്പും മുളക് പൊടിയും മഞ്ഞളും എല്ലാം നന്നായിട്ടൊന്ന് മസാല പുരട്ടി ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു 10 മിനിറ്റ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നമ്മളിതിന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ചട്ടി ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തം ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ മൊത്തത്തിലങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനൊന്ന് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ കനലില്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് നീളത്തിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സാക്കിയിട്ട് ഈ ചിക്കനും അതുപോലെ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ഉണക്കമുളക് ക്രഷ് ചെയ്തതും കറിവേപ്പില എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി ആ ചിക്കനിലൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനും അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്ത് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ചിക്കനെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദം പൊറാട്ടയ്ക്ക് വേണ്ട ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കണം. അതിന് ഞാൻ 1/2 കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ എണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, ഇത് 4ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ അങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് ചിക്കനും ഈ ഉള്ളിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ചിക്കനൊന്ന് വേവിച്ച് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം നമ്മളിത് കറി പോലെ ഒരുപാട് കറി ആക്കണ്ട, ചെറിയൊരു റോസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്ര വെള്ളം മതി. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം പൊറാട്ടയ്ക്ക് വേണ്ട ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിന് മുന്നേ 2-3 മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുത്താൽ മതി, ദം പൊറാട്ട റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ദം പൊറാട്ടയ്ക്ക് വേണ്ട എല്ലാം റെഡിയാണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, അതുപോലെ കുറച്ച് മുട്ട റോസ്റ്റ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ മുട്ട റോസ്റ്റൊക്കെ. പിന്നെ ഞാനിതിന് മുന്നേ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഒരു ഉള്ളി കനലില്ലാതെ അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു മൺചട്ടി എടുത്താൽ മതി. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിയായിട്ട് വേണ്ടത് പൊറാട്ടയാണ്. പൊറാട്ടയുടെ വീഡിയോ ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ഈസി ആയിട്ട് എങ്ങനെ പൊറാട്ട ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 4 പൊറാട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദം പൊറാട്ട റെഡിയാക്കാനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇതുപോലെ ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. നമുക്ക് ദം പൊറാട്ടയിലേക്ക് വാഴയില വേണം. അപ്പോൾ ഞാൻ 2 വാഴയിലയുടെ ഈ പീസ് ഇതുപോലെ അങ്ങനെ വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇലയുടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പൊറാട്ട ആദ്യം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊറാട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ചെറിയ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊറാട്ട നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു പൊറാട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ റെഡിയാക്കി വെച്ച മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ കൂടി ഇട്ടന്നെ ഇട്ട് കൊടുക്കുന്നത്. മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവിയും മുട്ടയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഒരു പൊറാട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈയും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പൊറാട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പൊറാട്ടയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ഈ പൊറാട്ടയുടെ മുകളിലായിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ റോസ്റ്റും ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും പിന്നെ കുറച്ച് മുട്ട റോസ്റ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പൊറാട്ട വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പൊറാട്ടൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റും മുട്ട റോസ്റ്റും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഈ പൊറാട്ടയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്നും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇല വെച്ചിട്ട് തന്നെ നന്നായിട്ട് കെട്ടിയിട്ട് വേണം, ആവി കിടക്കാത്ത രീതിയിൽ കെട്ടിയിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇല കെട്ടിയിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദം പൊറാട്ടയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ദം ചെയ്തെടുത്ത പൊറാട്ട റെഡിയാവും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വാഴയില വെച്ച് കെട്ടിക്കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇല. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെട്ടാൻ പറ്റില്ല. അതുപോലെ പെട്ടെന്ന് വാഴയില പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആവി കടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി
ഇല ബാക്കി വരുന്നതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഗ്യാസിൽ വെച്ച് ദം ചെയ്യുന്ന സമയത്ത് ഇല ഇതുപോലെ അടിയിൽ മുട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തി പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വാഴയുടെ ഒരു പീസ് കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒട്ടും ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ ഗ്യാസ് സ്പീഡ് കുറച്ച് വെച്ചിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദം ചെയ്യാനായിട്ട് ഗ്യാസിൽ സ്പീഡ് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്ത ശേഷം എടുക്കാം. അങ്ങനെ ദം പൊറാട്ട ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഇതിലൊക്കെ മാറ്റിയിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദം പൊറാട്ട ഇതാ നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ബീഫിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ദം പൊറാട്ട. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ദം പൊറാട്ട ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.